ഹായ് ഹാപ്പി അല്ലേ? നമ്മളെ വാട്സപ്പിൽ കുറച്ച് മുന്നേ വന്നൊരു ഫീച്ചറാണ്. അത് വീണ്ടും ഒന്നുകൂടി പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു PDF എടുക്കണം. എടുക്കുന്ന ഒരു ഫോട്ടോ PDF ആക്കി അയക്കണം. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും PDF ആക്കി അയക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു ഇതൊക്കെ ഇപ്പം വാട്സപ്പ് നമുക്ക് തന്നിട്ടും ആ ഫീച്ചർ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരുള്ളത് കൊണ്ട് വീണ്ടും ഒന്ന് പറയുന്നത്. അറിയാത്തവരുണ്ടാവും, അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കാണോ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അവരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയക്കുന്ന ഒരു ഓപ്ഷനിലോട്ട് പോവുക. അവിടെ ഗാലറി, ക്യാമറ, ഇങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ കാണുന്ന സ്ഥലത്ത് ഡോക്യുമെൻ്റ് എന്ന് കാണുന്നത് ഇതിപ്പം വന്നിട്ടുണ്ട്. കുറേ ആയിട്ടൊരു 5-6 മാസത്തിലധികമായിട്ട് ഇപ്പോൾ ഇത് എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ ഫോണിലും ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് ശേഷം ഇപ്പോൾ എല്ലാവരും ഫോണിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡോക്യുമെൻ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം ഇവിടെ കാണുന്നുണ്ട്, ഇതാ സ്കാൻ ഡോക്യുമെൻ്റ് കാണുന്നുണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ മാനുവലായിട്ടും ഓട്ടോ ക്യാപ്ചറായിട്ടും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് നോക്കിയാലും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നേരെ PDF-ലോട്ടാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോവുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇത് എടുത്തു കഴിഞ്ഞതാണ്. ഇത് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്താൽ പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മൾ സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്താൽ അത് ഒരു PDF ആയിട്ട് മാറിക്കോളും. നിങ്ങളൊന്നും ചെയ്യണ്ട. അവിടെ കാണുന്ന ആ ഒരു സംഭവം സ്കാൻ ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, അത് PDF ആയിട്ട് പോയിക്കോളും. ആർക്കാണോ അയക്കേണ്ടത് അവിടുന്ന് നേരെ ഷെയർ ചെയ്ത് കൊടുത്താൽ ആർക്കാണോ അയക്കേണ്ടത് അവരെടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്യേണ്ട, അവർ സെൻഡ് ചെയ്താൽ അവർക്ക് പോയിക്കോളും. അപ്പം ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.